അർജുൻ നായകി ഉടൻ അറസ്റ്റിലാകുമെന്ന് പോലീസ്. കർണാടകയിലേക്ക് കടന്നു എന്ന പ്രചാരണം പോലീസ് തള്ളുകയാണ്. അർജുനുമായി ബന്ധമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. സോഷ്യൽ മീഡിയ വഴിയാണ് പിടിയിലായവർക്ക് അർജുൻ നായകിയുമായുള്ള ബന്ധമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം പോലീസിനെ വെല്ലുവിളിച്ച് അർജുൻ നായകിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെയുള്ള പരിഹാസം ഇപ്പോഴും തുടരുന്നുണ്ട്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൌക്കത്തലി ആര മായാവിയോ എന്നാണ് അർജുൻ നായകിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ ഏറ്റവും പുതിയ കമന്റ്. തിരച്ചിലിനിടെ എടപ്പാളിലെ ആയുർ ഗ്രീൻ റീഹാബിലിറ്റേഷൻ സെന്ററിൽ അർജുൻ നായകി എത്തുന്ന ദൃശ്യം അതിനിടെ 24 ലഭിച്ചു. 1 മണിക്കൂർ മാത്രമാണ് അർജുൻ നായകി അവിടെ ചെലവഴിച്ചത്. ഇതാണ് ആ ദൃശ്യം. അർജുൻ നായകിയും ഒപ്പം സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. അവിടെ എന്തോ ഒരു ഷോപ്പിൽ അവിടെ എന്തോ ഓർഡർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. ഈ ദൃശ്യമാണ് വളരെ പ്രധാനപ്പെട്ട ദൃശ്യമാണ്. കാരണം ഈ ഇടങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇത് 5-ാം തീയതി എന്നാണ് അവിടുത്തെ ആ ഡേറ്റിൽ CCTV ഡേറ്റിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. 2 ദിവസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ആദ്യം റിപ്പോർട്ടിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കുറച്ച് സമയം മാത്രമേ ഇവിടെ തങ്ങിയിട്ടുള്ളൂ എന്നൊക്കെ അറിയാൻ കഴിയുന്നു. അതിലൊക്കെ പോലീസ് ഇപ്പോൾ ഒരു കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. അർജുൻ നായകിയുടെ വെല്ലുവിളി കാര്യമാക്കുന്നില്ല എന്നും അർജുനെ വെടിവെച്ച് പിടികൂടാമെന്ന ഉത്തരവിനെ കുറിച്ച് അറിയില്ല എന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് ചെയ്യേണ്ടത് ചെയ്യുമെന്നും ആഭ്യന്തരമന്ത്രി. അതിനെപ്പറ്റി പറയാനുള്ള ഒരു കാര്യമുള്ളൂ. ഇത്തരം ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും പിടിക്കാൻ ഇവിടെ പോലീസുണ്ട്. അത് വേണ്ടത് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട വിവിധ പ്രതിനിധികൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ K വേണുഗോപാൽ മലപ്പുറത്തു നിന്നും, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട്. ഒപ്പം ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകും. ആദ്യം മലപ്പുറത്തേക്ക് പോകുന്നു, ഗോകുൽ K വേണുഗോപാലിലേക്ക്. ഗോകുൽ, ഈ അവിടെ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലൊക്കെ എത്തിയിട്ടുണ്ട് എടപ്പാളിനടുത്ത് എന്നൊക്കെയുള്ള റിപ്പോർട്ടാണ് ഇന്ന് ഏറ്റവും പ്രധാനമായും ഈ അർജുൻ നായകിയുടെ കേസുമായി ബന്ധപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതിൽ എന്താണ് പോലീസ് ഇപ്പോൾ നൽകുന്ന ഒരു വ്യക്തത? എപ്പോഴാണ് അർജുൻ നായകിയും സംഘവും അവിടെ എത്തിയത്? എത്ര സമയം അവിടെ ഉണ്ടായിരുന്നു? ഇപ്പോൾ എന്തെങ്കിലും സൂചനകൾ? ഉടനെ വലയിലാകുമെന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിയുന്നു. അപ്പോൾ എന്താണ് പോലീസ് ഏറ്റവും ഒടുവിൽ പറയുന്നത്? 5-ാം തീയതിയാണ് ഈ അർജുൻ നായകിയും സുഹൃത്തുക്കളും എടപ്പാളിലുള്ള റീഹാബിലിറ്റേഷൻ സെന്ററിൽ എത്തുന്നത്. കൃത്യം 47 മിനിറ്റാണ് അയാൾ അവിടെ ചെലവഴിച്ചിട്ടുള്ളത്. റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവിടെ അതിനകത്തൊരു ക്യാൻറ്റീനും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. അതൊക്കെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ അർജുൻ നായകി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയത് അതിൻ്റെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ അധികൃതരോ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഇന്നലെ രാത്രി എടപ്പാൾ പോലീസ് അവിടെ എത്തിയ സമയത്ത് മാത്രമാണ് അർജുൻ നായകിയാണ് വന്നു പോയത് എന്നറിഞ്ഞത്. ഈ എടപ്പാൾ പോലീസ് പോലും അല്ലെങ്കിൽ അർജുൻ നായകി അങ്ങോട്ടേക്ക് എത്തിയത് അറിഞ്ഞത് ഇന്നലെ രാത്രിയാണ് എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അർജുൻ നായകി അയാളുടെ സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ വരികയും കാറിൽ അവിടെ നിന്ന് തിരിച്ചിറങ്ങി പോവുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടുള്ളത്. അർജുൻ നായകിയുമായി അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള 4 പേരെ കഴിഞ്ഞ ദിവസം തന്നെ എടപ്പാൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വട്ടക്കളം സ്വദേശി ഫൈസൽ, അബൂബക്കർ സിദ്ദിഖ്, നൌഫൽ, അഷ്കർ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് അർജുൻ നായകി എങ്ങോട്ടേക്കാണ് പോയത് എന്ന വിവരം ഇവരിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത്തരമൊരു വിവരം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതേസമയം അർജുൻ നായകി തുടരെ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏറ്റവും ഒടുവിൽ 11 മിനിറ്റ് മുമ്പ് പോലും അർജുൻ നായകി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. നിഖിൽ പൈലി, ഇടുക്കി DCC അംഗവും ധീരജ വധക്കേസിലെ പ്രതിയുമായിട്ടുള്ള നിഖിൽ പൈലി അർജുൻ നായകിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ അർജുൻ നായകി ആവശ്യമെങ്കിൽ വെടിവെക്കാം എന്നത് ഉൾപ്പെടെയുള്ള ഉത്തരവ് പറഞ്ഞതിന് പിന്നാലെ അതിനെ പരാമർശിച്ചുകൊണ്ട് നിഖിൽ പൈലി ഇട്ടിട്ടുള്ള പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് അർജുൻ നായകി ഇപ്പോൾ ഒരു പുതിയ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതിൽ അർജുൻ നായകി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ധീരജനെ കൊന്ന നീ വെട്ടേറ്റു മരിച്ചു എന്ന വാർത്ത കേൾക്കാൻ ആഗ്രഹിക്കാത്ത മലയാളികളും ഉണ്ടാവില്ലട പൈലി മോനെ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഒരു 13 മിനിറ്റ് മുമ്പാണ് അർജുൻ നായകി ഇട്ടുള്ളത്. തുടർച്ചയായി സോഷ്യൽ മീഡിയയിൽ അർജുൻ നായകി സജീവമാകുന്ന ഒരു സാഹചര്യമുണ്ട്. 24ന്റെ വാർത്തയുടെ അടിയിൽ പോലും വന്നിട്ട് അർജുൻ നായകി കമന്റ് ഇടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ തൃശ്ശൂരിൽ അർജുൻ നായകിയെ കണ്ടു എന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് തൃശ്ശൂർ റൗണ്ടിൽ ഒരു മരത്തിന് ചുവട്ടിൽ അർജുൻ താൻ ഉണ്ട് എന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ചില കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് അർജുൻ നായകി പോസ്റ്റ് ഇടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാ ഉടനടി വലയിലാകുമെന്ന് ആഭ്യന്തരമന്ത്രിയും പോലീസും പറയുന്ന സമയത്ത് പോലും തുടർച്ചയായി അർജുൻ നായകിക്ക് പിന്നാലെ പോകുന്ന സാഹചര്യത്തിൽ പോലും എവിടെയാണ് എന്ന് കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചയോളം പല മേഖലകളിലും ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ജില്ലക്കകത്തുള്ള അർജുൻ നായകിയുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന മുഴുവൻ ആളുകളെയും വിളിച്ച് ചോദ്യം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അർജുൻ നായകി അങ്ങോട്ട് പോയി എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് ഇവരെ ലഭിക്കുന്ന ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. പക്ഷേ അയാൾക്ക് പല തലത്തിൽ നിന്നും സഹായം ലഭിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതാണ് ഈ നമ്മളിപ്പോൾ പുറത്തുവിട്ടുന്ന ദൃശ്യത്തിൽ ഉൾപ്പെടെയുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ എടപ്പാളിലേക്ക്
അയാൾ വന്നിട്ടുള്ള കാറിലല്ല അയാൾ തൃശ്ശൂരിലേക്ക് പോയിട്ടുള്ളത്. എടപ്പാളിലേക്ക് വന്നിട്ടുള്ള കാർ അയാൾ പോലീസ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയും തൃശ്ശൂരിൽ അർജുൻ ആയങ്കയെ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള കാർ മറ്റൊന്നാണ്. ആ രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നു. എടപ്പാളിൽ ഉൾപ്പെടെ അർജുൻ ആയങ്കി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയാണ് ഈ CCTV ദൃശ്യങ്ങളിലൂടെ. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് ഗോകുൽ കെ വേണുഗോപാൽ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.